പാലക്കാട് കല്ലടിക്കോട് സുഹൃത്തുക്കളായ യുവാക്കളെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. കല്ലടിക്കോട് സ്വദേശി നിതിനെയും സുഹൃത്ത് ബിനുവിനെയുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹങ്ങൾക്ക് സമീപത്ത് നിന്ന് നാടൻ തോക്ക് കണ്ടെത്തി. ബിനുവിനെ വെടിവെച്ച ശേഷം നിതിൻ ആത്മഹത്യ ചെയ്തതാകാമെന്ന് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ പറഞ്ഞു. ബിനു കഴിഞ്ഞ ദിവസം മോശമായി സംസാരിച്ചുവെന്ന് നിതിൻ പറഞ്ഞിരുന്നതായി അമ്മ ശൈല പറഞ്ഞു. പ്രൈമ ഫേസി ഗൺഷോട്ട് വുണ്ടാണ്. ഇയാൾ ആദ്യം വീടിൻ്റെ അകത്ത് വെടിവെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്വന്തം വെടിവെച്ചിട്ട് ആത്മഹത്യ പോലെയാണ് തോന്നുന്നത് ആസ് ഓഫ് നൗ. പക്ഷേ ഇത് ഇപ്പോൾ മുഴുവൻ ഇൻക്വസ്റ്റ് ഇപ്പോൾ നടക്കാൻ പോകുള്ളൂ. കുറച്ച് നമുക്ക് കൂടുതൽ അന്വേഷണം ചെയ്തിട്ട് യഥാർത്ഥമായിട്ട് എന്താണ് സംഭവിച്ചത് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോഴും ഞാൻ ചോദിച്ചു, എൻ്റെ മകന് വല്ല കുഴപ്പമുണ്ടോ? മകന് കുഴപ്പമില്ല, നിങ്ങളുടെ വാതിക്കൽ ഒരു ബോഡി കിടപ്പുണ്ടെന്ന് പറഞ്ഞു. ആരാന്ന് ചോദിച്ചപ്പോൾ കാളിബിനു വന്ന് പറഞ്ഞു. ഇന്ന് 10 മണിക്ക് കല്ലടിക്കോട് പോകണമെന്ന് പറഞ്ഞ് ഇവനെ മെസ്സേജ് വിട്ടു. ആ കടയുടെ നമ്പർ ഒന്ന് കൊടുക്ക് പറഞ്ഞിട്ട്. ഇനി കൂടുതലൊന്നും എനിക്കറിയത്തില്ല എന്താ അവിടെ സംഭവിച്ചെന്ന്. ബീനു ഇതിനോട് പറഞ്ഞു എന്നാണ് പറയുന്നത്. ഇവർ തമ്മിലൊന്നും എനിക്കറിയത്തില്ല. സ്നേഹമായിട്ട് പിന്നെ ചേട്ടാന്നേ അവൻ വിളിക്കുള്ളൂ. പക്ഷെ അവർ തമ്മിലൊരു ടച്ചും ഇല്ല, ഒരു ദേഷ്യത്തോടെ ഒരു വർത്താനം ഒന്നുമില്ല. ഈ വാർത്തയുടെ വിവരങ്ങൾ പാലക്കാട് നിന്ന് ടി നന്ദഗോപാൽ നൽകും. നന്ദഗോപാൽ, കൊലപാതകത്തിന് ശേഷമുള്ള ആത്മഹത്യ ആണ് എന്ന നിഗമനത്തിലാണോ പോലീസ് ഉള്ളത്? ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിട്ടുണ്ടോ? ഒപ്പം തന്നെ എന്താണ് ഇത്തരത്തിൽ കൊലപാതകത്തിലേക്ക് നയിക്കാനുണ്ടായ സാഹചര്യം? അതിനെക്കുറിച്ച് പോലീസ് എന്തെങ്കിലും പറയുന്നുണ്ടോ? നിലവിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പോലീസിന്റെ പ്രാഥമിക നിഗമനം അനുസരിച്ച് ബിനു നിതിനെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ്. രണ്ടുപേരും വെടിയേറ്റ് മരിച്ച നിലയിലാണ്. ബിനുവിന്റെ മുൻഭാഗത്തും നിതിന്റെ പിൻഭാഗത്തുമായാണ് വെടിയേറ്റ പാടുകൾ കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷേ ഇതെല്ലാം പോലീസ് പ്രാഥമിക നിഗമനമായിട്ടാണ് പറയുന്നത്. മരണകാരണം എന്താണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ഇപ്പോഴും ലഭിച്ചിട്ടില്ല. നേരത്തെ അമ്മയുടെ വാക്കുകൾ കേട്ടതാണ്. അമ്മയ്ക്കും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല. ഇരുവരും പരിചയക്കാരാണ് എന്നുള്ളത് അമ്മ ശൈല പറയുന്നു. ഇതിന്റെ അമ്മ ശൈല പറയുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിക്കാൻ മാത്രം കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതിൽ ഇവർക്ക് വ്യക്തതയില്ല. പക്ഷേ ബിനു നിതിനോട് എന്തോ ഒന്ന് മോശമായി സംസാരിച്ചിരുന്നു എന്നുള്ളത് അമ്മ പറയുന്നുണ്ട്. പക്ഷേ എന്താണ് പറഞ്ഞത് എന്ന കാര്യവും അമ്മയ്ക്ക് അറിയില്ല. ഏതായാലും പോലീസ് ശാസ്ത്രീയ പരിശോധനകൾ ഉൾപ്പെടെ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ഔദ്യോഗികമായി കൂടുതൽ വിശദീകരണങ്ങൾ ഈ വിഷയത്തിൽ നൽകുക എന്ന് അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യത്തിന് സമീപത്തുള്ള വീട്ടിലാണ് 2 മൃതദേഹവും ഉള്ളത്.